അദ്ധ്യായം 21. 1. വി.എച്ച്. താക്കൂർ. 2. അനന്തറാവു പദൻകർ. 3. പന്തർപൂർ വക്കീൽ. ഇവരുടെ കഥകൾ. മുഖവുര. നമ്മുടെ പൂർവജന്മ സുഹൃതം കൊണ്ടാണ് നമുക്ക് ഋഷിമാരുടെ സമ്പർക്കം ഉണ്ടാവുന്നതെന്ന് ഒരു പൊതു നിയമമാണ്. ഉദാഹരണമായി ഹേമന്ത് പാന്ത് സ്വന്തം അനുഭവത്തെ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അയാൾ ബോംബെക്കടുത്ത ബാന്ദ്രയിലെ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. അവിടെ പീർ മൗലാന എന്നു പേരായ പ്രശസ്തനായ ഒരു മുസ്ലിം സിദ്ധനുണ്ടായിരുന്നു. നാനാ മതസ്ഥരും അദ്ദേഹത്തെ പോയി ദർശനം ചെയ്തിരുന്നു. ഹേമന്ത് പാന്തിൻ്റെ പുരോഹിതൻ അയാളോട് പീറിനെ പോയി കാണാൻ പലതവണ നിർബന്ധിച്ചു. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ പോവാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ കാലങ്ങൾക്ക് ശേഷം ഊഴമെത്തുകയും ഷിർദിയിലേക്ക് വിളിച്ച് ബാബയുടെ ദർബാറിലെ ഒരു സ്ഥിരമംഗം ആക്കുകയും ചെയ്തു. നിർഭാഗ്യവാന്മാർക്ക് ഋഷിമാരുടെ സമ്പർക്കം കിട്ടുന്നില്ല. ഭാഗ്യവാന്മാർക്കേ അത് തരപ്പെടുള്ളൂ. ഋഷിമാർ എന്ന സ്ഥാപനം. പണ്ടുകാലം മുതൽക്കേ ലോകത്തിൽ ഋഷിമാരെന്ന സ്ഥാപനമുണ്ട്. പല ഋഷിമാരും പല സ്ഥലത്ത് അവതരിച്ച് അവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നു. പല സ്ഥലത്തും അവരിരുന്നാലും അവരൊറ്റക്കെട്ടാണ്. അവർ ഏകോപിച്ച് ഭഗവാന്റെ നിയോഗമനുസരിച്ച് പ്രവർത്തിക്കുന്നു. മാത്രമല്ല, മറ്റു യോഗികൾ പ്രവൃത്തി എന്തെന്നറിഞ്ഞ് വേണ്ടുന്നിടത്ത് പൂർത്തീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനൊരു ഉദാഹരണം പറയാം. മിസ്റ്റർ താക്കൂർ. മിസ്റ്റർ വി.എച്ച്. താക്കൂർ ബി.എ. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ക്ലർക്കായിരുന്നു. അയാൾ ഒരു സർവേ പാർട്ടി ഒന്നിച്ച് ബൽഗാമിനടുത്ത് വഡഗാം എന്ന സ്ഥലത്ത് വന്നു. അവിടുന്ന് അപ്പ എന്നു പേരായ ഒരു കർണാടകക്കാരൻ സിദ്ധനെ കണ്ട് വന്നിച്ചു. അദ്ദേഹം നിച്ചൽ ദാസിൻ്റെ വിചാരസാഗരം എന്ന വേദാന്ത പുസ്തകത്തിലൊരു ഭാഗം വായിച്ച് വിവരിക്കുകയായിരുന്നു. താക്കൂർ പോവാനൊരുങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, "ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും. ഭാവിയിൽ നിങ്ങൾ ജോലി സംബന്ധമായി വടക്കോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാഗ്യവശാൽ ഒരു മഹാസിദ്ധനെ കാണാനിടവരും. അദ്ദേഹം ഭാവി മാർഗങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളുടെ മനസ്സിന് ശാന്തി തന്ന് സന്തുഷ്ടനാക്കും." പിന്നീട് അയാളെ ജുംനാറിലേക്ക് സ്ഥലം മാറ്റി. അയാൾക്ക് നാനേഘട്ട് മല മുറിച്ച് കടക്കേണ്ടതുണ്ടായിരുന്നു. ഇത് ചെങ്കുത്തായ മലയായതിനാൽ ഒരു വാഹനവും പോവില്ല. അങ്ങനെ അയാൾ ഒരു പോത്തിൻ്റെ പുറത്ത് കയറി സവാരി ചെയ്ത് വളരെ അസൗകര്യവും വേദനയും അനുഭവിച്ച് മല കടക്കേണ്ടി വന്നു. പിന്നെ ഉദ്യോഗ കയറ്റം കിട്ടി. കല്യാണിൽ വരികയും അവിടെ വച്ച് നാനാ സാഹേബ് ചന്ദോർക്കറുമായി പരിചയപ്പെടുകയും ചെയ്തു. അയാൾ ചന്ദോർക്കറിൽ നിന്ന് സായി ബാബയെപ്പറ്റി പലതും കേൾക്കുകയും സായിയെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അടുത്ത ദിവസം നാനാ സാഹേബ് ഷിർദിക്ക് പോകുമ്പോൾ താക്കൂറിനെയും ക്ഷണിച്ചു. അയാൾക്ക് ഒരു സിവിൽ കേസിന് താനാ സിവിൽ കോടതിയിൽ ഹാജരാവാനുണ്ടായിരുന്നതിനാൽ പോവാൻ തരപ്പെട്ടില്ല. അങ്ങനെ നാനാ സാഹിബ് ഒറ്റയ്ക്ക് പോയി. താക്കൂർ താനയിൽ പോയപ്പോൾ കേസ് നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ നാനാ സാഹിബിനോട് കൂടെ പോവാൻ കഴിയാത്തതിനാൽ കുണ്ഠിതപ്പെടുകയും ചെയ്തു. എന്നിട്ടും അയാൾ ഷിർദിക്ക് പോയി. അപ്പോഴേക്കും തലേന്ന് നാനാ സാഹിബ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ ചില സുഹൃത്തുക്കൾ അയാളെ ബാബയുടെ അടുക്കൽ കൊണ്ടുപോയി. അയാൾ ബാബയെ ദർശനം ചെയ്ത് കാൽക്കൽ നമസ്കരിച്ച് അത്യധികം സന്തുഷ്ടനായി. അയാളുടെ കണ്ണിൽ ആനന്ദാശ്രു നിറഞ്ഞ് രോമഹർഷം അനുഭവപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് അന്തർയാമിയായ ബാബ പറഞ്ഞു,
ആ സ്ഥലത്തെ മാർഗം കർണാടകത്തിലെ സിദ്ധൻ അപ്പയുടെ പ്രഭാഷണം പോലെയോ പോത്തിൻപുറത്ത് കയറി നാനേഘട്ട് മല കടക്കും പോലെയോ അത്ര എളുപ്പമുള്ളതല്ല. ഈ ആധ്യാത്മിക മാർഗത്തിൽ നിങ്ങളുടെ എല്ലാ അധ്വാനവും ഉപയോഗിക്കണം. അത്ര പ്രയാസമുള്ളതാണ്. താക്കൂർ ഈ മർമ്മപ്രധാനമായതും മറ്റാർക്കും മനസ്സിലാവാത്തതുമായ വാക്കുകൾ കേട്ട് അതീവ സന്തുഷ്ടനായി. അയാൾക്ക് കർണാടക സിദ്ധന്റെ വാക്കുകൾ ഫലിച്ചുവെന്ന് ബോധ്യമായി. പിന്നീട് കൈകൂപ്പി നമസ്കരിച്ച് തന്നെ സ്വീകരിക്കാൻ ബാബയോട് അപേക്ഷിച്ചു. ബാബ പറഞ്ഞു, അപ്പ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ പ്രവർത്തനത്തിലും അനുഭവത്തിലും കൊണ്ടുവരണം. വെറും വായന കൊണ്ട് മാത്രം പോരാ. എന്താണ് വായിച്ചതെന്ന് ചിന്തിച്ച് അതുപോലെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ പ്രയോജനമില്ല. ഗുരുവിൻ്റെ അനുഗ്രഹാശിസില്ലാത്ത പുസ്തകം പഠിക്കൽ പ്രയോജനരഹിതമാണ്. താക്കൂർ വിചാരസാഗരത്തിലെ സിദ്ധാന്തം ഭാഗം വായിക്കലുണ്ട്. അതിൻ്റെ പ്രായോഗിക വശം ഷിർദിയിൽ നിന്ന് കാണിച്ചു കൊടുത്തു. ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന മറ്റൊരു കഥ പറയാം. അനന്തറാവ് പതൻകർ. പൂനാക്കാരനായ അനന്തറാവ് പതൻകറിന് ബാബയെ കാണാൻ ആഗ്രഹം ജനിച്ചു. അയാൾ ഷിർദിയിൽ വന്ന് ബാബയെ ദർശനം ചെയ്തു. കണ്ണു നിറയെ കണ്ട് അയാൾ സന്തുഷ്ടനായി. അയാൾ ബാബയുടെ പാദങ്ങളിൽ വീണ് ആരാധനകൾ നടത്തി ബാബയോട് പറഞ്ഞു, ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, വേദങ്ങൾ പഠിച്ചിട്ടുണ്ട്, വേദാന്തങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും അറിയാം. എന്നിട്ടും എനിക്ക് മനഃശാന്തി കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ വായനയ്ക്കൊന്നും ഫലമില്ലെന്ന് തോന്നുന്നു. നിരക്ഷര കുക്ഷികളായ ശുദ്ധശീലന്മാരായ സാധാരണ ഭക്തന്മാരാണ് എന്നേക്കാൾ ഭേദം. പലരും എന്നോട് പറഞ്ഞു, അവിടുന്ന് ക്ഷണനേരം മനഃശാന്തി കൊടുക്കുമെന്ന്. അതാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിൽ കനിവുണ്ടായി അനുഗ്രഹിക്കണം. ബാബ താഴെ പറയും പ്രകാരം ഒരു കഥ പറഞ്ഞു കൊടുത്തു. 9 ഉരുള ചാണകത്തിൻ്റെ കഥ. ഒരിക്കലൊരു കച്ചവടക്കാരൻ ഇവിടെ വന്നു. അയാളുടെ മുന്നിൽ ഒരു കുതിര 9 ഉരുള ചാണകമിട്ടു. കച്ചവടക്കാരൻ അന്വേഷണ ബുദ്ധിക്കാരനായതിനാൽ മുണ്ടിൻ്റെ തല കാണിച്ച് ആ 9 ഉരുള ചാണകവും സംഭരിച്ചു. അങ്ങനെ അയാൾക്ക് ധ്യാനശക്തിയും മനസ്ഥൈര്യവും സിദ്ധിച്ചു. പതൻകർക്ക് കഥയുടെ അർത്ഥം മനസ്സിലായില്ല. അതുകൊണ്ട് അയാൾ ദാദാ കേൽക്കറോട് ചോദിച്ചു, എന്താണ് ബാബ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. അയാൾ പറഞ്ഞു, ബാബ പറയുന്നത് എന്തെന്ന് എനിക്കും അറിയില്ല. എങ്കിലും അവിടുത്തെ പ്രചോദനം കൊണ്ട് മനസ്സിലായത് പറയാം. കുതിര ഭഗവാനാണ്. 9 ഉരുള ചാണകം നവവിധ ഭക്തിയാണ്. 1 ശ്രവണം, 2 കീർത്തനം, 3 സ്മരണ, 4 പാദസേവ, 5 അർച്ചന, 6 നമസ്കാരം, 7 ദാസ്യം, 8 സഖ്യം, 9 ആത്മനിവേദനം അഥവാ ആത്മാർപ്പണം. ഇതിലേതെങ്കിലും ഒന്നനുഷ്ഠിച്ചാൽ ഹരി പ്രസാദിച്ച് പ്രത്യക്ഷപ്പെടും. ജപം, തപം, യോഗം മുതലായ സാധനകൾ ഭക്തിയില്ലെങ്കിൽ പ്രയോജനരഹിതമാണ്. വേദജ്ഞാനവും മഹാജ്ഞാനിയാണെന്ന പേരും ഭജന പാടലും എല്ലാം ഭക്തിയില്ലെങ്കിൽ പ്രയോജനശൂന്യമാണ്. വേണ്ടത് ഭക്തിയാണ്. നിങ്ങൾ സ്വയം ആ സത്യാന്വേഷകനായ കച്ചവടക്കാരനാണെന്ന് സങ്കൽപ്പിച്ച് നവവിധ ഭക്തി വളർത്തിയാലും എന്നാൽ സ്ഥൈര്യവും മനഃശാന്തിയും ലഭിക്കും. പിറ്റേന്ന് പതൻകർ ബാബയെ നമസ്കരിക്കാൻ ചെന്നപ്പോൾ 9 ഉരുണ്ട ചാണകം പെറുക്കിയെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാനൊരു സാധു മനുഷ്യനായതുകൊണ്ട് ബാബയുടെ അനുഗ്രഹമാണ് വേണ്ടതെന്നും എന്നാൽ എളുപ്പം പെറുക്കിയെടുക്കാമെന്നും പിന്നെ ബാബ അനുഗ്രഹിച്ച് ശാന്തിയും ക്ഷേമവും കൈവരട്ടെ എന്നും പറഞ്ഞു. ഇത് കേട്ട് പതൻകർ സംതൃപ്തനായി. പന്തർപൂരിലെ
വക്കീൽ. ബാബയുടെ സർവവ്യാപിത്വവും എപ്രകാരം ബാബ തെറ്റുതിരുത്തി ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കുന്നുവെന്നും കാണിക്കുന്ന ഒരു ചെറു കഥയോടുകൂടി ഈ അദ്ധ്യായം അവസാനിപ്പിക്കാം. ഒരിക്കൽ പന്തർപൂരിൽ നിന്നൊരു വക്കീൽ ഷിർദിയിൽ വന്ന് ബാബയെ നമസ്കരിച്ച് ചോദിക്കാതെ തന്നെ ദക്ഷിണ കൊടുത്ത് ബാബ പറയുന്നത് കേൾക്കാൻ മസ്ജിദിൻ്റെ ഒരു മൂലയിലിരുന്നു. ബാബ അയാളുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, ജനങ്ങൾ എത്രമാത്രം ദുസ്സാമർത്ഥ്യക്കാരാണ്. അവർ കാൽക്കൽ വീഴും, ദക്ഷിണ തരും, ഉള്ളുകൊണ്ട് പുലഭ്യം പറയുകയും ചെയ്യും. ഇത് അത്ഭുതമല്ലേ? ഇത് വക്കീലിനെ സംബന്ധിച്ചായിരുന്നു. മറ്റാർക്കും അത് മനസ്സിലായില്ല. വക്കീൽ അത് മനസ്സിലാക്കി നിശബ്ദനായിരുന്നു. അവർ സത്രത്തിലേക്ക് മടങ്ങിയപ്പോൾ വക്കീൽ കാക്കാ സാഹിബ് ദീക്ഷിതിനോട് പറഞ്ഞു, ബാബ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ആ ശരം എൻ്റെ നേർക്ക് അയച്ചതാണ്. അതെന്നെ ഗുണദോഷിച്ച് ഞാൻ ആരെയും അപലപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. പന്തർപൂരിലെ സബ് ജഡ്ജ് നൂൽക്കാർ ദേഹസുഖത്തിനു വേണ്ടി ഷിർദിയിലേക്ക് പോകുമ്പോൾ സാധാരണ ബാറിൽ ഉണ്ടാവാറുള്ളതുപോലെ ഇതിനെപ്പറ്റിയും ബാറിൽ സംസാരം നടന്നു. സായിബാബയെ കണ്ടാൽ ജഡ്ജിയുടെ സുഖക്കേട് മാറുമോ? മരുന്നൊന്നും കഴിക്കാതെ എങ്ങനെ മാറാനാണ്? ഈ വിവരമുള്ളവർ ഇത്തരം വിവരക്കേട് കാണിച്ചാലോ എന്നെല്ലാം പറഞ്ഞ് സബ് ജഡ്ജിയെ നിശിത വിമർശനം നടത്തി. ഞാനും അതിൽ പങ്കുചേർന്നു. ഇപ്പോൾ സായിബാബ അങ്ങനെ ഞാൻ ചെയ്തത് നന്നായില്ലെന്ന് പറഞ്ഞതാണ്. ഇത് അധിക്ഷേപമല്ല, അനുഗ്രഹമാണ്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയോ അപലപിക്കുകയോ ചെയ്യരുതെന്നും വേണ്ടാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നുമുള്ള ഒരു ഉപദേശമാണ്. ഷിർദി പന്തർപൂരിൽ നിന്ന് 300 നാഴിക അകലെയാണ്. എന്നിട്ടും അവിടെ ബാർ മുറിയിൽ നടന്നത് ബാബ അറിഞ്ഞു. ഇടയ്ക്കുള്ള നദികളും മലകളും കാടുകളും ഒന്നും ബാബയുടെ ദൃഷ്ടികൾക്ക് തടസ്സമായിരുന്നില്ല. ബാബയ്ക്ക് എല്ലാവരുടെയും മനസ്സിലുള്ളത് അറിയാം. ബാബയോട് മൂടിവെക്കുന്ന പ്രശ്നമേയില്ല. അടുത്തും അകലെയും എവിടെയായാലും ബാബയ്ക്ക് വ്യക്തമായി കാണാം. ഇതിൽ നിന്ന് വക്കീൽ ഒരാളെയും ദുഷിക്കരുതെന്ന് പഠിച്ചു. അയാളുടെ ദുശീലം കളഞ്ഞ് സന്മാർഗത്തിലേക്ക് നയിച്ചു. ഈ കഥ ഒരു വക്കീലിനെ സംബന്ധിച്ചാണെങ്കിലും എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി നന്നാവട്ടെ. സായി ബാബയുടെ മഹത്വവും ലീലകളും അപാരമാണ്. ബാബയുടെ ജീവിതം തന്നെ അങ്ങനെയാണ്. സായി ബാബ പരബ്രഹ്മൻ അവതരിച്ചതാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.